ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പുതിയ വീഡിയോ എടുക്കാം അല്ലേ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഈ ജനുവരി മാസം ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ. എന്തൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നു, എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത, നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ആ ഒരു സന്തോഷത്തിനായിട്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടാവാം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിംഗ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ടാരോട്ട് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, സാമ്പത്തിക പ്രോബ്ലംസ്, അപ്പൊ നിങ്ങൾക്ക് മണി ബ്ലോക്കേജ്, നിങ്ങളുടെ ലൈഫിലേക്ക് പണം വരുന്നില്ല, തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, ജോലി വേണം, വിവാഹം നടക്കുന്നില്ല, അതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ടോ, തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലെ. അതിനൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. റെസൊനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ജെൻഡർലെസ് ആണ്. നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് ഇത് കാണാം കേട്ടോ. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണേണ്ടത് ആ ഒരു ടൈമിലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് യൂണിവേഴ്സ് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വലിയ പ്രോബ്ലത്തിൽ പെട്ടിരിക്കുമ്പോൾ, ഇനി എന്തെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം തരികയാണ് കേട്ടോ. ഒരു പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനായിരിക്കാം, ജീവിതത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാനായിരിക്കാം ഈ ഒരു മെസ്സേജ് ആ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം. ഞാൻ കാർഡുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഷഫിൾ ചെയ്ത് പ്രാർത്ഥിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ എനിക്ക് 7 ഓഫ് കപ്പ് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് വാണ്ട് ഉണ്ട്, 4 ഓഫ് സോർഡ്സ് ഉണ്ട്, ടവർ ഉണ്ട്, 7 ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്, 2 കപ്പ്, 6 ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്, സണ്ണുണ്ട്, ഏസ് കപ്പ് ഉണ്ട്, 2 ഓഫ് സോർഡ്സ് ഒന്നും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് കാർഡുകള്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ കോടതിപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും നീതി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ്, നീതി ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഡിവോഴ്സ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് നീട്ടി പോവുകയാണ്, നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായിരിക്കുന്നു, നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നു. ആ ഒരു സന്തോഷമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു സംബന്ധമായിട്ടുള്ള കേസാവാം, അല്ലെങ്കിൽ ബാങ്കും നിങ്ങളുടെ വസ്തു ജപ്തി ചെയ്തതിന്റെ കേസ് കോടതിയിലാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വസ്തു മറ്റാരെങ്കിലും കൈയടക്കിയതിന്റെ കേസാവാം, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് ലഭിക്കാൻ തരാത്തതിന്റെ കേസാവാം, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് മറ്റൊരാൾ തട്ടിയെടുത്തതിന്റെ കേസാവാം. അപ്പൊ ഏത് രീതിയിലുള്ള കേസായാലും നിങ്ങളുടെ ഭാഗത്ത് അത് അനുകൂലമായിട്ട് വിധി വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഏത് കേസായാലും ഇപ്പൊ ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കേസിന്റെ വിധി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ പോകുന്നത്. ഈ ഒരു ജനുവരി മാസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കേസിന്റെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സങ്കടത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ അവസാനിക്കാൻ പോകുവാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ്, നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണിക്കുന്നത്.
നിങ്ങൾ വിജയിക്കാൻ സമയമായി, നിങ്ങൾ വിജയിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ ചീറ്റിങ്ങിലൂടെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൈയടക്കിയ വ്യക്തികൾ, ഒരുപക്ഷെ നിങ്ങളുടെ സ്വത്താവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് പണം കടം വാങ്ങിയതോ, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്തോ, നിങ്ങളുടെ സ്വർണം പണയത്തിൽ കൊടുത്തതിൻ്റെ ആവാം. അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ ചീറ്റിങ്ങിലൂടെ നിങ്ങളുടെ കൈവശപ്പെടുത്തിയ ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ ഏത് രീതിയിലായാലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തിക്ക് അതിന്റെ ശിക്ഷ ലഭിക്കാൻ പോകുന്നു കേട്ടോ. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റിസ്. ഏത് രീതിയിലായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ആണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും നീതി ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ലൈഫിലും നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് വല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. സക്സസ് വരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് വലിയ കുടിശ്ശികകൾ ഉണ്ടാക്കുന്നവരാകാം, അല്ലെങ്കിൽ വീട് അന്വേഷിക്കില്ലായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഹസ്ബൻഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഹസ്ബൻഡിന്റെ സ്വഭാവങ്ങളൊക്കെ മാറി നല്ലൊരു വ്യക്തിയാകാൻ പോകുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് അവിടെ നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് നാളുകളായി നിങ്ങൾ അനുഭവിച്ച ആ ഒരു സങ്കടങ്ങൾക്കൊരു സൊല്യൂഷൻ ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ചിലർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ് സന്തോഷ വാർത്ത. നിങ്ങൾ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ പല തരത്തിലുള്ള നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ സന്തോഷ വാർത്ത കാണുന്നത്. ഒരു ജോലി ലഭിക്കാൻ പോകുന്നു ആർക്കൊക്കെയോ. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നല്ല ജോബ് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നു. വിദേശ യാത്ര നിങ്ങൾക്ക് കാണുന്നുണ്ട്, ട്രാവലിംഗ് കാണുന്നുണ്ട്, വിദേശ യാത്ര കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ നിങ്ങളിൽ ചിലരുടെ സന്തോഷ വാർത്ത. ഒരുപാട് നാളായി വിദേശയാത്രക്കായിട്ട് നിങ്ങൾ പണം കൊടുത്ത് വിസയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓരോ റിജക്ഷൻ വരുമ്പോഴും സങ്കടപ്പെട്ടിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ വിസയ്ക്ക് പൈസ കൊടുത്തൊരു ചീറ്റിങ്ങിൽ പെട്ടിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ചീറ്റിങ്ങിൽ പെട്ടിട്ടുണ്ടായിരുന്നായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മാറ്റി തരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരാൻ പോവാണ്. നിങ്ങൾക്ക് വിദേശ യാത്ര കാണുന്നുണ്ട്. പുതിയ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു. വിദേശത്ത് നിങ്ങൾക്ക് പഠിക്കാനോ ജോലിക്കോ ആയിട്ടുള്ള അവസരങ്ങൾ തുറന്നു വരുന്നു. അതാണ് നിങ്ങളുടെ ആ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുവാണ്. നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ടാണ് കാണുന്നത്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾ ഒരുപാട് നാളായി ഫാമിലിയെ വിദേശത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയെ വിദേശത്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളിൽ തുറന്നു വരുന്നതായിട്ട് കാണുന്നു. അതായിരിക്കാം നിങ്ങളുടെ സന്തോഷ വാർത്ത വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് കൺഫ്യൂഷനിലാണ്. ചിലരുടെ ഒരു സിറ്റുവേഷൻ തന്നെ ഇതാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾ വളരെ നാളുകളായിട്ട്. ചിലരുടെ എന്താ പറയാ, തനിച്ചായ വ്യക്തികളെ കാണുന്നുണ്ട്. ഹസ്ബൻഡോ വൈഫോ നഷ്ടപ്പെട്ട് തനിച്ചായി ഇനി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകണം എന്നറിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു കൂട്ടിനുള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെ വീടിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. തനിച്ചായിരിക്കുന്ന വ്യക്തികൾ, അതായത് ഒരു സന്യാസിനിയുടെ രീതിയിൽ ജീവിക്കുന്ന, നിങ്ങളുടെ പാർട്ട്ണറെ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഒരു സന്യാസിയാവാം, സന്യാസിനിയാവാം. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തികൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്ത് ഡിവൈൻ കണക്റ്റഡ് ആയി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരൊറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇരിക്കുന്ന നിങ്ങൾ ദൈവത്തെ, അതായത് നിങ്ങളൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ചില വ്യക്തികൾ നിങ്ങൾ ദൈവവുമായി വളരെയധികം അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയൊരു സന്തോഷം അനുഭവിക്കുകയാണ്. അവിടെ തനിച്ച് ദൈവവുമായിട്ട് മാത്രം കണക്റ്റഡ് ആയി, ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയി മാറുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം, അവിടെ ഒരു പ്രത്യേക സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കിട്ടാത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നു. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ കാണുന്നുണ്ട്. മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ആയിട്ട്
ജീവിതത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഫാമിലി ലൈഫ് ഭയങ്കര പ്രോബ്ലത്തിലായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ലൈഫായിരിക്കും നിങ്ങളുടെ ലൈഫ്. ശരിക്കും ഒരു സഹനത്തിന്റെ അങ്ങേയറ്റത്ത് എത്തിയപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു പൊട്ടിത്തെറിയോടുകൂടി എല്ലാം അവസാനിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ബന്ധം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധം വേണ്ടെന്ന് വെച്ച് പൊട്ടിത്തെറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് ആ ഒരു ബന്ധം നിങ്ങൾക്ക് അവസാനിപ്പിച്ചു തന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പൊട്ടിത്തെറി സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചിലവർ അങ്ങനെ ഒരു ഫ്രീഡം ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്രീഡം ലഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടാവും, അതിലൂടെ നിങ്ങൾക്ക് ഫ്രീഡം ലഭിച്ചു. നിങ്ങളൊരു ഹെർമിറ്റ് എനർജിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. ഏത് രീതിയിലായാലും നിങ്ങളൊരു തനിച്ചായിരിക്കുന്ന ഒരവസ്ഥ, ഒരു ഹെർമിറ്റ് എനർജിയിലേക്ക് വന്നു ജെൻസ് ആൻഡ് ലേഡീസ്. അവിടെ നിങ്ങൾ ദൈവവുമായി കണക്റ്റഡ് ആയപ്പോൾ നിങ്ങൾ മറ്റൊരു ലൈഫിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിച്ചത്. ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം, ഒരു ആനന്ദം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവിടെ നിങ്ങളുടെ കഴിവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇതുവരെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ലൈഫാണെങ്കിലും ഇപ്പോഴത്തെ ശാന്തമായ ഒരു ലൈഫാണ്. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് നിങ്ങൾ തനിച്ച് ദൈവവുമായി മാത്രം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെ കണ്ടെത്തി, നിങ്ങളെ സെർച്ച് ചെയ്തു, നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്തു, നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി, ഒരുപാട് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിലേക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൂടെ ഒരുപക്ഷെ നിങ്ങൾ വലിയ നിലയിൽ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരാനായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ പലരും ആ ഒരു രീതിയിൽ ഒരുപക്ഷെ കവിത എഴുതി നല്ല രീതിയിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ പുസ്തകം എഴുതുന്നവരായിരിക്കാം. അതുപോലെ എന്താ പറയാ, ആക്ടിങ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സീരിയൽ നടിയോ സിനിമ നടിയോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവരായി മാറിയിരിക്കുന്നു. അങ്ങനെ പല വിധത്തില് നിങ്ങളുടെ ഉള്ളിൽ കിടന്നിരുന്ന കഴിവുകളെ നിങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ അതിനെ വികസിപ്പിച്ചെടുത്ത് അതിലൂടെ നിങ്ങൾ ഏൺ ചെയ്യുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു സന്തോഷമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങൾ ഏത് തരത്തിലുള്ള സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്, അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അതേ രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലെത്തുന്നു, ഒരുപാട് ആളുകൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് നിങ്ങളുടെ അറിവ് പകർന്നു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു സന്തോഷം വാർത്തകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതിന്റെ സന്തോഷം അനുഭവിക്കും. നിങ്ങൾ ഒരുപാട് നാളായിട്ട് കൊണ്ടു നടന്നിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന്റെ ആ ഒരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, പല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പലതും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നു. അത് സക്സസ് ആവാൻ, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിന്റെ സന്തോഷം. വളരെ പെട്ടെന്ന് എന്തോ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, ആരുടെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ. ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു പുതിയ ലവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ എന്തോ ഒരു കാര്യം ഒരു പാർട്ട്ണർഷിപ്പിലൂടെ നിങ്ങൾ സാധ്യമാക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ചില നല്ല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ അതിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൂടെ നിങ്ങൾക്ക് അത് വേണ്ടി വരും. നല്ലൊരു സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ മാരേജ് കഴിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, ആരെങ്കിലും ആവാം. ഒരു പാർട്ട്ണർ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് ദൈവം കണക്റ്റഡ് ആയി തന്നിരിക്കുന്ന ഒരു പാർട്ട്ണർ, ആ ഒരു വ്യക്തിയുമായി നിങ്ങൾ കൂടിച്ചേരുന്നതിലൂടെ എന്തൊക്കെയോ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു, നിങ്ങളുടെ ഡ്രീം ഒക്കെ, നിങ്ങളുടെ എന്തൊക്കെയോ സന്തോഷങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് സക്സസിലേക്ക് എത്തിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അതിലൂടെ ചില സന്തോഷങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലർക്കൊരു മാരേജ്, നിങ്ങൾ ഇതുവരെ ഒരുപാട് നാളായി ലവ് ചെയ്തിരുന്ന വ്യക്തികളാവാം, ഒരുപാട് വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന വ്യക്തികളാവാം, നിങ്ങൾ പരസ്പരം ഒത്തുചേർന്നു നിങ്ങൾക്ക് മാരേജ് കാണുന്നുണ്ട്. മാരേജ് നിങ്ങളുടെ ലൈഫിലേക്ക്
നിങ്ങൾ അത്രത്തോളം നിങ്ങൾ വർഷങ്ങളായി സ്നേഹിച്ച വ്യക്തിയാവും മാരേജിനെ കാത്തിരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ചേരേണ്ട ഒരു വ്യക്തി തന്നെയാണ്, ഡിവൈൻ കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് മാരേജ് കാണുന്നുണ്ട് കേട്ടോ. അതായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു സന്തോഷം എന്ന് കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നു, വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത്. എന്ത് പ്രോബ്ലം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. ഏതൊരു കാര്യത്തിനെയും വളരെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഉറച്ചൊരു തീരുമാനം ഉണ്ടാവും. ഏതൊരു കാര്യത്തിനും നിങ്ങൾ അതെങ്ങനെ പോകണം, ആ ഒരു കാര്യം എങ്ങനെ നടത്തണം, എങ്ങനെ അത് മുന്നോട്ടേക്ക് അതിന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ അതിനൊക്കെ ആ ഒരു ഡ്രീം എങ്ങനെ പൂർത്തിയാക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ടാവാം. അത്ര പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ, വളരെ സ്ട്രോങ് ആണ് കേട്ടോ. ആ ഒരു ലക്ഷ്യം എന്തായാലും ആ ലക്ഷ്യത്തിൽ എത്താതെ പിന്മാറില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അത്രത്തോളം പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ സന്തോഷം, ആ സ്വപ്നം എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുക തന്നെ ചെയ്യും കേട്ടോ. ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു പ്രപ്പോസൽ വരുന്നുണ്ട്, പലർക്കും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ്, നിങ്ങളുടെ ഒരു പാർട്ട്ണറെ കാണാതെ നിങ്ങൾ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിട്ട് ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോൾ ആണെങ്കിൽ അത് നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് നേരിട്ട് കാണാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ആ വ്യക്തി നേരിട്ടൊന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരു സുദിനമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, നിങ്ങളെ നേരിട്ട് കാണാൻ പോകും, നിങ്ങളെ മീറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലൊരു കൂടിക്കാഴ്ചക്ക് സമയമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നാളത്തെ നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ വളരെ അടുത്തൊരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കുന്നു, കൂടിച്ചേരുമോ എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കും. ആ ഒരു ഫ്രണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും തേർഡ് പാർട്ടി മൂലം നിങ്ങളെ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു അവരോട് ചെയ്തെന്നുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചീറ്റിങ് ചെയ്തതിന്റെ പേരിൽ നിങ്ങളെ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസമില്ലാതെ നിങ്ങളെ അവിശ്വസിച്ച് നിങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടവരോ നിങ്ങളുടെ ലവറോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിലും ആരായാലും ആ ഒരു വ്യക്തി നിങ്ങളുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നു, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകണം, നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നവർ മനസ്സിലാക്കി നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷം കേട്ടോ. നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്നതായിരിക്കും, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച് കാത്തിരിക്കുന്നതാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് എന്ത് ഡിസിഷൻ എടുക്കാമെന്ന് അറിയാൻ വയ്യ, പല കാര്യത്തിലും വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് ഡിസിഷൻ, എന്തൊക്കെയോ പല കാര്യങ്ങൾ ഒരുപക്ഷെ ഓപ്പർച്യൂണിറ്റി ഒരുപാട് വന്നിട്ടുണ്ട്, അല്ലെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെ എന്ത് ചെയ്യണം, എന്താണ് ഇതിന് ഞാൻ ഒരു ഡിസിഷൻ എടുക്കേണ്ടതെന്ന് അറിയുന്ന കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു അതിന് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ യൂണിവേഴ്സായിട്ട് അല്ലെ ദൈവമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നതാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ അല്ല അതിനൊരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഡിസിഷൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പലർക്കും സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്, നിങ്ങൾ ഒരുപാട് ഏതെങ്കിലും രീതിയിൽ വലിയ ഫണ്ട് ആഗ്രഹിക്കുന്നത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ എമൗണ്ട് എന്തെങ്കിലും ലോൺ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് ബിസിനസ്സിന് കിട്ടേണ്ട ഫണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരുപാട് നാളായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട് തിരികെ കിട്ടാനായിരിക്കാം. അങ്ങനെ വലിയ ഏതെങ്കിലും ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു, പണം നിങ്ങൾക്ക് ലഭിക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ലഭിക്കേണ്ട പണം നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ലഭിക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്ന അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങളുടെ സന്തോഷ വാർത്തയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ സ്വത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃസ്വത്തോ മാതൃസ്വത്തോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്, അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടേതായി മാറാൻ പോകുന്നത് അതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്.
വലിയൊരു സക്സസും സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അത് ഒരു വലിയൊരു സന്തോഷം നിങ്ങളെ തേടി വരികയാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസും അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ഹ്യൂജ് ലാഭം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ ലാഭം ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിലൂടെ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെ മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു, മാജിക് നിങ്ങളുടെ ലൈഫിൽ, മിറക്കിൾ, യൂണിവേഴ്സിന്റെ മിറക്കിൾ, യൂണിവേഴ്സ് എന്തൊക്കെ മാജിക് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പോകുന്നു. മിറക്കിൾ, അതായത് നിങ്ങളെ ലോട്ടറി ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള അവസരങ്ങൾ വരെ പലർക്കും കാണുന്നുണ്ട്. ഏതൊക്കെയോ വഴിയിലൂടെ നിങ്ങൾ മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വരുന്നു. ദൈവം കൊണ്ടുവരുന്ന ചില ഓപ്പർച്യൂണിറ്റീസ്, ചില അവസരങ്ങൾ, ജോലിയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് പരമാവാം, വിദേശ യാത്രയ്ക്കുള്ളതാവാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള വ്യക്തികളെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അപ്രതീക്ഷിതമായിട്ട്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഒരിക്കലും ആ ഒരു അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നൊരു സഹായം പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുടെ കാര്യത്തിലുള്ള സഹായമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികം ലഭിക്കേണ്ട ലോൺ ലഭിക്കാനോ അങ്ങനെയൊക്കെയുള്ള സഹായം ഏതൊക്കെ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്ക് നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ വലിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന്റെ സന്തോഷം നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. അതിന് നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ അത്ഭുതങ്ങൾ, മിറാക്കിൾസ് അല്ലെങ്കിൽ സന്തോഷങ്ങൾ, നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ മിറക്കിൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത് ലഭിച്ചു നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയാൻ പോകുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമ്മൾക്കൊരു കാര്യം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുമ്പോൾ നമ്മൾ അത്രയും ദൈവത്തിന് ആ ഇമോഷൻസ്, സന്തോഷത്തോടെയുള്ള കണ്ണുനീർ, ആനന്ദ കണ്ണുനീര് വരാറില്ല. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു. ഇത് സംഭവിച്ചതാണോ എന്നുള്ള ഒരു അത്ഭുതം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവം എനിക്കിത് തന്നതാണോ, ദൈവമേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ, ഇത്രയൊക്കെ എനിക്ക് തരാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നൊക്കെ പറയാൻ മാത്രം ഉള്ള രീതിയിൽ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. അതേ രീതിയിൽ നിങ്ങൾ മിറക്കിൾ കാണാൻ പോകണം, മാജിക്ക് കാണാൻ പോകണു, ആനന്ദ കണ്ണുനീര് നിങ്ങൾക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ആനന്ദ കണ്ണുനീര് വരേണ്ട രീതിയിലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. അത്രയധികം സന്തോഷമാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്, യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ആ ഒരു സന്തോഷത്തിന് നിങ്ങൾ കാത്തിരിക്കുക കേട്ടോ. ഒരുപാട് നാളായി എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. നിങ്ങൾക്ക് ലഭിച്ചതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിവിടെ ഇപ്പൊ ഞാൻ പറയാത്ത ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും. എല്ലാം ഇപ്പൊ എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നിങ്ങൾക്കൊരു നല്ല വീട് ലഭിക്കാൻ പോകും, നല്ല വീട് വാങ്ങാനായിട്ടുള്ള ഒരു അവസരം വരുന്നു. നല്ലൊരു വീട് പോയി നിങ്ങൾ കണ്ടു, അത് നിങ്ങൾ വാങ്ങാൻ പോകുന്നു. അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആ വീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞ പോലെ പിതൃ സ്വത്ത് അല്ലെങ്കിൽ അച്ഛനും അമ്മയെ തരുന്നുണ്ടാവാം, വാങ്ങി തരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറ് ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വർണം വാങ്ങാൻ പോകുന്നു. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ. ഒരുപാട് നാളായി കാത്തിരുന്നായിരിക്കും കുറച്ച് സ്വർണം വാങ്ങാൻ പോകുന്നു, അല്ല ഒരുപാട് നാളായിട്ടുള്ള ഒരു സ്വപ്നമായിരിക്കും ഒരു കാറ് വാങ്ങണം എന്നുള്ളത്, അതുപോലെ എന്തെങ്കിലും വാഹനം വാങ്ങണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്തകൾ കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്ന ഏഞ്ചൽ മെസ്സേജ് ആണ് ഇതൊക്കെ. ദൈവ യൂണിവേഴ്സിന്റെ മെസ്സേജ് വഴിയൊക്കെയാണ് നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു വലിയ സന്തോഷം നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ സന്തോഷം എൻ്റെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.